ഈ സിനിമയെ സംബന്ധിച്ച് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ ലോകം വളരെ പ്രതീക്ഷയോടുകൂടി ഏറെ നാളുകളായി ലൂസിഫറിന്റെ ഒരു തുടർച്ച എന്നോണം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് മലയാള സിനിമയെ മാറ്റി തീർക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി സിനിമാ ലോകവും ആരാധകരും എല്ലാം കാത്തിരുന്ന ഒരു സിനിമ എന്ന നിലയിൽ അതിനൊരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ആവേശകരമായ ഒരു പ്രതികരണമാണ് ആരാധകരിൽ നിന്നെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സിനിമയിൽ ചില ഭാഗങ്ങൾ അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ രാജ്യത്ത് സംഘപരിവാർ നേതൃത്വത്തിൽ RSS നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു വംശഹത്യയുടെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഭാഗങ്ങൾ ആ സിനിമയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ അതിരൂക്ഷമായി ഒരു സിനിമയിൽ ഉള്ള ഒരു ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗത്തിന് ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ തികച്ചും അനാരോഗ്യകരമായിട്ടുള്ള ആക്ഷേപകരമായിട്ടുള്ള പല നീക്കങ്ങളും സംഘപരിവാറിന്റെ എല്ലാം നേതൃത്വത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അത് ഈ സംഘപരിവാറിന്റെ BJPയുടെ RSSന്റെ എല്ലാം നേതൃത്വത്തിൽ ഉള്ളവർ മുതൽ ഇങ്ങ് താഴെത്തട്ടിലുള്ളവർ വരെ ഒരു ആസൂത്രിതമായി ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ സിനിമയിൽ ആ സിനിമയുടെ തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും എല്ലാം അവരുടെ ഒരു കാഴ്ചപ്പാടിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സിനിമയെല്ലാം രൂപീകരിക്കുന്നത്. അതിനകത്ത് നിരവധിയായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നു എന്ന് വരാം. ഇപ്പോൾ ഈ ഒരു വിവാദത്തിന് കാരണമായിട്ടുള്ള സംഭവം പോലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു ഏടായി ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഇന്ത്യയിൽ സംഘപരിവാർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വിധ്വംസക പ്രവർത്തനമാണ് 2002 ഗുജറാത്ത് കലാപം. കലാപം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വംശഹത്യ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയണം. ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ആകെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ആസൂത്രിതമായി ദിവസങ്ങളോളം നീണ്ട ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണയോടുകൂടി നടത്തിയ ഒരു വലിയ ആക്രമണ വിധ്വംസക പ്രവർത്തനം. ആ വിധ്വംസക പ്രവർത്തനം ഒരു സിനിമയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ അതിലൊരു ചർച്ച സംഘടിപ്പിക്കുക, അതിനെതിരെ അഭിപ്രായം പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആ സിനിമയെ തന്നെ ഇല്ലാതാക്കുവാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള സിനിമ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം നിർമ്മിക്കപ്പെടുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കേരളത്തിൽ വലിയ മതം മാറ്റമെല്ലാം സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ISSലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ആവേശത്തോടു കൂടിയാണ് സംഘപരിവാറെല്ലാം അതിനെ ഏറ്റെടുത്തത്. അത്തരത്തിൽ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളെ 100% ഫാക്റ്റ് ആണ് എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനകത്ത് ഇപ്പോൾ പ്രതികരിച്ച ഗൂഗിൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം ഈ ഒരു പ്രൊപ്പഗാൻഡ സിനിമയായി ഇത് പ്രഖ്യാപിച്ചിറങ്ങിയിരുന്നെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഈ രാജ്യത്ത് ഇപ്പോ അത്തരത്തിൽ പ്രൊപ്പഗാൻഡ സിനിമകളുടെ ഒരു കാലമാണ്. സംഘപരിവാറിന്റെ എല്ലാം നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ തുടർച്ചയായി രാജ്യത്ത് റിലീസ് ചെയ്യുന്ന ഏറ്റവും അവസാനം ചാവ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ കേരള സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു. കേരള സ്റ്റോറി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടാണ് ഇറക്കിയത്. ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. അദ്ദേഹം അത് കേരളത്തിനെതിരായിട്ടുള്ള ഒരു സിനിമ അദ്ദേഹം പറയുന്നു അത് നിങ്ങൾക്കെതിരാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭാഗമല്ല സംഘപരിവാർ. കേരളത്തിന് വിരുദ്ധമായ എല്ലാ വിഷയങ്ങളിലും കേരള വിരുദ്ധമായ ഒരു സമീപനമാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത്. അതിന് അടിവരയിടുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കേരളത്തിനെതിരെ ഒരു ചിത്രം വന്നാൽ അത് അനുകൂലിക്കുന്ന അത് സംഘപരിവാറിന്റെ ആവശ്യമാണ്, പ്രൊപ്പഗാൻഡയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇപ്പോ അദ്ദേഹം പറയുന്നു ഞങ്ങൾ കുറെ പേർ തീരുമാനിച്ചു ഈ സിനിമ ഞങ്ങൾ ഇനി ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ ഇനി കാണണ്ട. അപ്പോ ഒരു കാര്യമുള്ളത് ഈ രാജ്യത്ത് സംഘപരിവാർ ഒരു സിനിമയെ ഇത്തരത്തിൽ കാണണ്ട, ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഒരു സിനിമയും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കലാമൂല്യമുള്ള ആസ്വാദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം വലിയ വിജയം നേടും. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. പത്താൻ സിനിമ ഇറങ്ങുന്ന ഘട്ടത്തിൽ സംഘപരിവാർ വലിയ ബഹിഷ്കരണ ഭീഷണിയെല്ലാം മുഴക്കിയതാണ്. ആ സിനിമ വലിയ തോതിൽ വലിയ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് RSSന്റെ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ഭീഷണിയുണ്ട്. ആ ഭീഷണിക്ക് മുന്നിൽ കേരളീയ സമൂഹവും ഇന്ത്യ മഹാരാജ്യവും ഒന്നും ഭയക്കുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരം ഭീഷണിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്ന കേട്ടോ, റീസെൻസറിങ്ങിന്റെ കാര്യമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആ സിനിമയെ ഇല്ലാതാക്കുവാൻ
അവിടെ സംഘപരിവാർ കാണുന്നില്ല അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്നു എന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമ, ആ സിനിമയുടെ കണ്ടന്റ് തന്നെ മാറ്റുന്ന തരത്തിലേക്ക് 17ഓളം ഭാഗങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ ആ സിനിമയെ മാറ്റിമറിക്കുവാൻ അത് ഭരണകൂടത്തിന്റെ സ്വാധീനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ശ്രമമുണ്ട്. അത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംഘപരിവാറും RSSും എല്ലാം ഈ രാജ്യത്ത് ഇടപെടുന്ന ഇത്തരത്തിലുള്ള സമീപനം കൊണ്ടാണ് ഫാസിസ്റ്റ് രീതിയോട്, കലയോട്, സാഹിത്യത്തോട്, സിനിമയോടൊന്നും എല്ലാം അവർക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ഫാസിസ്റ്റ് സമീപനം കൊണ്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ് RSSും സംഘപരിവാറും എല്ലാം ഒരുക്കുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണമായി എമ്പുരാൻ മാറുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന ഈ മലയാള സിനിമയിൽ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മലയാള സിനിമ പാൻ ഇന്ത്യ തലത്തിലേക്ക് വലിയ വളർച്ച നേടുന്ന, വലിയ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അത് തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുഗുണമായ ഒരു സിനിമയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കുവാനുള്ള വലിയ ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറെല്ലാം നടത്തുന്നത്. അത് ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. ഈ കേരളീയ സമൂഹമെല്ലാം ആ ഒരു രാഷ്ട്രീയം ഉൾക്കൊണ്ട് തന്നെ ആ സിനിമയെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ഒരു സിനിമ കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ആ സിനിമാ പ്രവർത്തകരുമായി ഒരു ആരോഗ്യകരമായ ചർച്ചയ്ക്കപ്പുറത്തേക്ക് ആ സിനിമാ പ്രവർത്തകരെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഉണ്ടാവുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.